നമ്മൾ സ്ഥിരം ക്രിസ്മസിന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതെന്താ? ദൈവം മനുഷ്യനായി, ദൈവം മനുഷ്യനാകുന്നു. അപ്പോൾ നമുക്ക് വേറെ രീതി അങ്ങ് ചിന്തിച്ചൂടെ? ദൈവത്തിന് മനുഷ്യനാകാമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യന് ദൈവം ആയിക്കൂടാ? മുകളിൽ നിന്ന് ഒരു വഴി താഴോട്ടുണ്ടെങ്കിൽ അതേ വഴി തന്നെ മുകളിലോട്ടും പൊക്കൂടെ? 1993 സ്റ്റീവൻ സ്പീൽബർഗ് സംവിധാനം ചെയ്തൊരു സിനിമയാണ് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്. അതിനും വർഷങ്ങൾക്ക് മുമ്പ് തോമസ് കീനിയലി എന്നയാൾ എഴുതിയ ഷിൻഡ്ലേഴ്സ് ആർക്ക് എന്ന പുസ്തകത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്. അത് ഓസ്കർ ഷിൻഡ്ലർ എന്ന ജർമ്മൻ നാസി പാർട്ടി അംഗവും ജർമ്മൻകാരനുമായ ഒരു വ്യവസായി എങ്ങനെ അയാൾ 1200ഓളം യഹൂദരെയാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്നും ഹോളോകോസ്റ്റ് നിന്നൊക്കെ രക്ഷിച്ചത്. ആ മനുഷ്യൻ്റെ, ഒരു സാധാരണ മനുഷ്യൻ്റെ മിശിഹ ആയിട്ടുള്ളൊരു പരിവർത്തനം, 1200ഓളം യഹൂദരുടെ രക്ഷകനായിട്ട് അയാൾ മാറുന്നതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഈ സിനിമ. ഇന്നും അയാൾ രക്ഷിച്ച യഹൂദർ, അവരുടെ പിന്മുറക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തും ഷിൻഡ്ലേഴ്സ് ജ്യൂസ് എന്ന പേരിൽ ജീവിച്ചിരിപ്പത്. All you have to do is tell me what it's worth to you. What's a person worth? No. What's one worth to you? ഇത് 1993 ആ സിനിമ ഇറങ്ങുന്നത്. കളർ ചിത്രങ്ങൾ സ്വാഭാവികമായൊരു കാലമായിരുന്നു. എന്നിട്ടും സ്റ്റീവൻ സ്പീൽബർഗ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രീകരിക്കാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം പറയുന്ന കാരണം, അയാൾ പറയുന്ന കാരണം ഇതാണ്: ജീവിതത്തിന് നിറങ്ങളുണ്ട്, പക്ഷേ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെയും ഹോളോകോസ്റ്റിലൊക്കെ അതിലൂടെ കടന്നുപോയ ആളുകളുടെ ജീവിതത്തിന് ഒരു നിറവുമില്ല. ഇത്രയും നിറം കെട്ട ജീവിതങ്ങളെ ഞാൻ എങ്ങനെ നിറമുള്ള ക്യാൻവാസിൽ പകർന്നു, നിറമുള്ളതായിട്ട് എങ്ങനെ ചിത്രീകരിക്കും? ഈ കാരണം കൊണ്ട് അദ്ദേഹം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിക്കാനായിട്ട് ഉദ്യമിച്ചത്. അതിനുള്ള അയാളുടെ ഉദ്യമത്തിൻ്റെ, അധ്വാനത്തിൻ്റെ പ്രതിഫലം പോലും അദ്ദേഹം വാങ്ങിയില്ല. ഇത് ബ്ലഡ് മണിയാണെന്ന് പറഞ്ഞാൽ നിരസിക്കുകയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മനുഷ്യൻ അയാൾക്ക് എത്താവുന്നതിൻ്റെ പരമോന്നതയിലേക്ക് എത്തിയാണ്. ഒരു മനുഷ്യൻ ദൈവമായിട്ട് ഇങ്ങനെ പരിണമിക്കുകയാണ്. നമ്മുടെ ബാഹുബലിക്കകത്ത് ശിവകാമി ദേവി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, 100 ശത്രുക്കളെ വധിക്കുന്നവൻ വീരൻ, പക്ഷെ ഒരു ജീവനെങ്കിലും രക്ഷിക്കുന്നവൻ ദൈവമെന്ന്. അങ്ങനെ ഷിൻഡ്ലർ ഇങ്ങനെ ഒരുപാട് 1200ഓളം യഹൂദരുടെ ദൈവം, മിശിഹ ആയിട്ട് മാറുക. അയാൾ തൻ്റെ സ്വത്തും ജീവനും എല്ലാം പണയപ്പെടുത്തി അയാൾ ഇവരെല്ലാം രക്ഷിച്ച്, അതിൻ്റെ ആ ചിത്രത്തിൻ്റെ അവസാനം ഒരു രംഗമുണ്ട്. അയാളുടെ പോക്കറ്റിലൂടെ നോക്കുമ്പോൾ എല്ലാം വിറ്റ് തുലച്ച അയാൾ ഇവരെ രക്ഷിക്കാനായിട്ട് ഒരു സ്വർണ്ണ പിന്നിങ്ങനെ ഇരിക്കുക. അയാൾ അത് എടുത്തിട്ട് നിലവിളിക്കുക, ഇത് ഞാൻ നേരത്തെ കണ്ടിരുന്നെങ്കിൽ 10 പേരെ കൂടെ എനിക്ക് രക്ഷിക്കാമായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നിലവിളിയും ആക്ഷൻ സിനിമകളിലൂടെ മാത്രം നമ്മൾ കണ്ട് പരിചയിച്ച ലിയാം നീസൺ എന്ന ആളുടെ, അന്ന് നടൻ്റെ മറ്റൊരു മുഖമാണത്. ഇതിലൊരു പ്രത്യേക ഒരു സീനുണ്ട്. എൻറ്റയർലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് കളർ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു പെൺകുട്ടിയുടെ ചുവന്ന ഉടുപ്പാണ്. അത് ഈ പെൺകുട്ടി ഇങ്ങനെ തോക്കേന്ത്യ പട്ടാളക്കാരുടെയും ചിതറിക്കിടക്കുന്ന ശവങ്ങളുടെ ഇടയിലൂടെയും നടന്നു വരുന്നു. ദൂരെ നിന്ന് ഷിൻഡ്ലർ ഈ പെൺകുട്ടിയെ കാണുന്നുണ്ട്. പിന്നീട് ഇയാൾ ഈ പെൺകുട്ടിയെ കാണുന്നത് സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോകുന്ന കുറേ ശവങ്ങളുടെ ഇടയിലാണ്. അവളുടെ ചുവന്ന ഉടുപ്പ് അവിടെ ഇങ്ങനെ തെളിഞ്ഞ് കാണാമായിരുന്നു. കാര്യം ഷിൻഡ്ലറാണിത് കാണുന്നതെങ്കിലും അയാളുടെ കണ്ണിലൂടെ ഈ സിനിമ കാണുന്ന എല്ലാവരെയും ഞെട്ടിക്കുന്നുണ്ട് സ്പീൽബർഗ്. ഷിൻഡ്ലറുടെ കണ്ണിൽ കൂടെ സിനിമ കാണുന്ന ഓരോ വ്യക്തിയുമാണത് കാണുന്നത്. ചുവന്ന ഉടുപ്പിട്ട പെൺകുട്ടിയെ ഷിൻഡ്ലർ കാണുന്ന രംഗം, അതിന് വേണമെങ്കിൽ ഷിൻഡ്ലേഴ്സ് എപ്പിഫനി എന്ന് പറയാം. ഷിൻഡ്ലർ ആ കുശാഗ്രബുദ്ധിയായ, ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന ആ വ്യവസായി മിശിഹ ആയിട്ട് മാറുന്നതിൻ്റെ, രക്ഷകനായിട്ട് മാറുന്നതിൻ്റെ, അയാളുടെ ദൈവത്തിലേക്കുള്ള ഒരു പരിവർത്തനത്തിൻ്റെ തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത്, ഷിൻഡ്ലേഴ്സ് എപ്പിഫനി. പിന്നീട് ആ രംഗം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന രീതി, അത് ആ പെൺകുട്ടിയെ കാണുന്നത് ഷിൻഡ്ലർ അല്ല, അയാളുടെ കണ്ണുകളിലൂടെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമാണ് ആ പെൺകുട്ടിയെ കാണുന്നത്. പിന്നീട് അവളുടെ ശവശരീരം, അവളുടെ ചുവന്ന ഉടുപ്പ് ഒരു ശവക്കൂനക്കിടയിൽ നീൾ കാണുമ്പോഴും അയാളുടെ മുഖത്ത് കാണുന്ന ഭീതിയും, അതൊന്നും അയാൾ മാത്രമല്ല അനുഭവിക്കുന്നത്, ഈ സിനിമ കണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും. ആ ഓരോ വ്യക്തിയിലേക്കും അത് കടത്തിവിടാനായിട്ട്, നമ്മളെ അനുഭവിപ്പിക്കാനായിട്ട് സ്പീൽബർഗിന് സാധിച്ചിട്ടുണ്ട്. ഈ അവസാനം ഇയാൾ തനിക്കാകാവുന്നിടത്തോളം ആളുകളെ രക്ഷിച്ച് ഈ ജർമ്മനിയിൽ നിന്ന് പോകാൻ നേരത്ത് ഇയാളുടെ സെക്രട്ടറി ആയിരുന്നു ഒരു ജൂതൻ, ബെൻ കിങ്സ്ലി അവതരിപ്പിച്ച ഇയാളുടെ സെക്രട്ടറി ഇയാളോട് പറയുന്ന ഒരൊറ്റ സെൻറ്റൻസ്, ആ സെൻറ്റൻസിൽ ഈ മുഴുവൻ ചിത്രത്തിൻ്റെയും സാരാംശമുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: One who saves one life saves the world entire. ഒരു ജീവൻ രക്ഷിക്കുന്നവൻ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നു.
ഇത് വിൻസെൻ്റ് ചർച്ചിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ദോസ് ഹു ഫെയിൽ ടു ലേൺ ഫ്രം ഹിസ്റ്ററി ആർ ഡൂം ടു റിപ്പീറ്റ് ഇറ്റ്. ചരിത്രത്തിൽ നിന്ന് പഠിക്കാത്തവൻ അത് ആവർത്തിക്കാനായിട്ട് വിധിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ശരിക്കും ചരിത്രത്തിൽ നിന്ന് എന്താ പഠിച്ചിട്ടുള്ളത്? അത് 2 മഹായുദ്ധങ്ങളുണ്ടായി, ഒരുപാട് യുദ്ധങ്ങൾ വേറെ ഉണ്ടായി, എന്നിട്ട് നമ്മളിപ്പം യുദ്ധത്തിന് കുറവുണ്ടോ? ഇല്ല. ആളുകൾ ഇന്നും പല രീതിയിലും ലോകത്തിൻ്റെ പല ഭാഗത്തും കൊല്ലപ്പെടുന്നുണ്ട്, യുദ്ധമാണെന്ന് പറഞ്ഞിട്ടും അല്ലാതെ. എന്നിട്ട് ഒരാളും ചരിത്രത്തിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, ദൈവം മനുഷ്യനായതുപോലെ മനുഷ്യൻ ദൈവമാകാനായിട്ട്, നമ്മളൊക്കെ ആ ദൈവത്തിൻ്റെ പടിയിലേക്ക് ഉയരാനായിട്ട്, ഒരു ജീവൻ രക്ഷിക്കാനായിട്ട്. ആ ഷിൻഡ്ലർമാരുടെ വംശം പെരുകട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ.